വെൽക്കം ബാക്ക് കാത്തൂസ് മാജിക് വ്ലോഗ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചല്ലോ. അതാണ്ട് ഇപ്പം ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഒരു അടപ്രഥമനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ അടപ്രഥമൻ എങ്ങനെയാണ് വെക്കുന്നതിനുള്ള റെസിപ്പി നമുക്കൊന്ന് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോകാം. പ്രഥമനായിട്ട് നമ്മൾ അട, അതായത് മൈദയടയാണ്. ഇത് മൈദ അട നമ്മൾ വേവിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് തണുക്കാനായിട്ട് നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നൊന്നേ മുട്ടാതായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഇത് തണുക്കട്ടെ, ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് കലങ്ങി പോകുന്ന ചവ്വരിയാണെന്ന് തോന്നുന്നു. ഇതങ്ങോട്ട് അടുപ്പിലിട്ടപ്പോഴത്തേക്ക് ഇതങ്ങ് കലങ്ങാൻ തുടങ്ങുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ഇതങ്ങ് നിർത്തി വെച്ച്. അപ്പം ചവ്വരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ട ശർക്കര എടുക്കുന്നുണ്ട്. ഇത് നല്ല കറുത്ത ശർക്കരയാണ് കണ്ടോ. ഇത് ഞാനിവിടെ നേരത്തെ മേടിച്ച് വെച്ചിരുന്നതാണ് ഈ ശർക്കര. മറ്റൊന്നിനും നമ്മൾ എടുക്കാതെ ഇങ്ങനെ വെച്ചിരുന്നത് കേട്ടോ. അപ്പം ശർക്കര ഉണ്ട് കേട്ടോ. അപ്പം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതെല്ലാം ഒന്ന് തയ്യാറാക്കാം. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അടപ്രഥമനും നമ്മൾ തേങ്ങാപ്പാൽ ആണ് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു 2 തേങ്ങ എടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് 2 തേങ്ങയുടെ പാലെടുക്കണം. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് നമുക്ക് വേർതിരിച്ച് മാറ്റി മാറ്റി നമുക്ക് വെക്കണം. അപ്പം നമുക്ക് 2 തേങ്ങ നമുക്ക് എടുക്കാം. അപ്പം ഞാൻ 2 കവർ അടയാണ് എടുത്തിരിക്കുന്നത്. അതായത് ചെറിയ അടയുണ്ടല്ലോ കവർ. അപ്പോൾ ഈ കവറിലെ അടയുടെ 2 കവറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ 2 തേങ്ങ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം മധുരം പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയ്ക്ക് ഒരു ശകലം മധുരം കൂടുതലുള്ള ശർക്കരയാണ്. അപ്പം നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ നമുക്ക് എടുക്കുന്ന സമയത്ത് കാണിക്കാം. അപ്പം നമുക്ക് ഈ തേങ്ങ ഒന്ന് പിഴിഞ്ഞ് പാലൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ശർക്കര ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് തിളക്കട്ടെ. അരിച്ച് പൊടിയൊക്കെ കാണത്തില്ലേ. അപ്പോൾ ഇതെന്തായാലും ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. നമുക്ക് ആ സമയത്ത് തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കാമേ. തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എല്ലാം റെഡി ആയിട്ടുണ്ട്. ശർക്കരയും പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചവ്വരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അട കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പയിലൊക്കെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കൊള്ളുമോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇനി ഈ നെയ്യ് നമുക്കിത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ കഴുകി വെച്ചേക്കുന്ന അട ഇതിനകത്തേക്ക് നമുക്ക് തട്ടിയിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പം ആ ഒരു പച്ച വെള്ളത്തിൻ്റെ ചെവയൊക്കെ അങ്ങ് മാറും. നെയ്യ് ഇവിടെ ചൂടായി നമുക്ക് ഈ അട അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി ഇളക്കി കൊടുക്കാമേ. ഇതൊന്ന് വഴറ്റിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് പറ്റിയെടുക്കണം കേട്ടോ. ഇതാണ്ട് ഈ വെള്ളമെല്ലാം വലിഞ്ഞിട്ടുണ്ട്. നമ്മൾ തേങ്ങയുടെ 3-ാം പാല് ഫസ്റ്റിലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ പോവാണേ. ശർക്കര ഒഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അട ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്നൊന്ന് വേകട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഈ അടപ്രഥമന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. ഈ ശർക്കര ആദ്യം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കല്ലിച്ച് പോകും. അപ്പം ആ ടേസ്റ്റ് ഇറങ്ങത്തില്ല. ഈ തേങ്ങാപ്പാൽ ഈ അടയ്ക്കകത്തോട്ടൊക്കെ ഒന്ന് കയറി ഒന്ന് ഇതാകട്ടെ. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ചവ്വരിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടെ അവിടെ കിടന്ന് വേകട്ടെ. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ കിടന്ന് ഇത് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ശർക്കര ഒഴിച്ചിട്ട് നമ്മുടെ അടപ്രഥമൻ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ 1 കവർ ചവ്വരി പൊട്ടിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അത് പൊട്ടിച്ച് വെച്ചിട്ട് പിന്നെ ഇത് വേസ്റ്റായി പോവണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ വെച്ച്
അത് പിന്നെ അത് ചീത്തയായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനതങ്ങ് ഇട്ട് കേട്ടോ. അതുമല്ല ഇവിടെ കൊച്ചുങ്ങൾക്ക് പായസത്തിനകത്ത് ഇങ്ങനെ ചവ്വരി ഇങ്ങനെ കണ്ണ് പോലെയൊക്കെ കിടക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങ് ഇട്ട് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് ഒരുമാതിരി ഒന്ന് പറ്റിക്കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ നമുക്ക് ഒഴിക്കാം. ഇതൊന്ന് കുറുകി വരട്ടെ. ഇതെനിക്ക് പണി തരുമോ എന്ന് ഞാൻ ഇങ്ങനെ സംശയിച്ചിരിക്കുക കേട്ടോ. ചിലപ്പോഴെങ്ങാണോ ഒന്ന് കണ്ണ് തെറ്റിപ്പോയി തിളച്ച് തൂകിയാൽ തീർന്നു. ഇനി നമുക്ക് തേങ്ങയുടെ 2ാം പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാമേ. മതിയാകും, കൊച്ചുങ്ങൾക്കൊക്കെ ഇരിച്ചാലും. നമുക്കിത് വലിയ ഭയങ്കര മധുരമൊന്നും ഇല്ല കേട്ടോ. നമുക്കിത് മീഡിയം മധുരം, അതായത് ചെടിക്കാത്ത, അതായത് ഈ പായസം കുടിക്കുമ്പോൾ നമുക്ക് ചെടിക്കരുത്, അതേ രീതിയിലുള്ള മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ പാലാണ് ചേർക്കാൻ പോകുന്നത്. ഈ പാല് നമ്മുടെ പശുവും പാലല്ല, ഇത് നമ്മുടെ പാൽപ്പൊടി നമ്മൾ കലക്കിയതാണ് ഇത് കേട്ടോ. പാൽപ്പൊടി ഇട്ടാണ് നമ്മളിന്ന് ഈ പ്രഥമൻ വെക്കുന്നത്. ഇത് പാൽപ്പൊടി കലക്കി തിളപ്പിച്ച വെള്ളത്തിൽ പാൽപ്പൊടി കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനിയപ്പം നമ്മൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതാണ്ട് ഇത് നമ്മൾ ഇനി ഒന്ന് നിർത്തി വെക്കും. അതേ തിളപ്പിക്കുന്നില്ല, ഇത് നിർത്തി വെക്കുവാണ്. ഇതിനകത്ത് നമ്മൾ തോനെ ചവ്വരിയൊക്കെ ചേർത്തുകൊണ്ട് ഇത് ഇരുന്ന് കുറുകും കേട്ടോ. ഇത് നെയ്യാണ് കേട്ടോ ഈ പൊങ്ങിക്കിടക്കുന്നതൊക്കെ. അത് പാൽപ്പൊടിയുടെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ പിന്നെ എന്താണ് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നമുക്കിത് നെയ്ക്കകത്ത് വറുത്തതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇരുന്ന് തണുത്ത് ചെറിയ ചൂടോട് നമുക്കിതൊന്ന് പകർന്നെടുക്കാം. നമ്മുടെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് നെയ്ക്കകത്ത് വറുത്തിട്ടിട്ടുണ്ട്. ഇതിന് ഇരുന്നൊന്ന് കുറുകട്ട് കേട്ടോ. കണ്ടോ പരുവായി വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ പായസം, അതായത് അടപ്രഥമൻ, പായസം എന്ന് പറയരുത്, അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഹരിയേട്ടനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് റിസൾട്ട് നമുക്ക് അറിയാം എങ്ങനെയുണ്ടെന്ന്. ഈ പ്രഥമൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു തരട്ടോ. മധുരമൊക്കെ കൂടുതലായിട്ടുണ്ടോ? ഇപ്പം ഇന്ന് ഞാൻ ഈ പ്രഥമൻ വെക്കാൻ കാരണമുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞ് എനിക്ക് പ്രഥമൻ കുടിക്കാൻ കൊതിയാണ്, എനിക്ക് പ്രഥമൻ വെച്ച് തരണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പ്രഥമൻ വെച്ചത് കേട്ടോ. അപ്പം ഞായറാഴ്ച ഹരിയേട്ടൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പ്രഥമനൊക്കെ വെച്ച് കൊടുത്തതാട്ടോ. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞല്ലേ നട്ടി വരത്തുള്ളൂ. മോനെ എങ്ങനെ ഉണ്ടടാ പ്രഥമൻ? അല്ലേ കുടിച്ചു നോക്കി. അതിഷ്ടമായ അടപ്രഥമൻ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പം വലിയ മധുരവും കാര്യങ്ങളും ഒന്നുമില്ല, കുടിക്കാവുന്ന പരുവത്തിനുള്ള മധുരവയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ എന്താണ്, അപ്പം വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് കുടിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ എന്താണ്, ഞാൻ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എനിക്ക് ഈ അടപ്രഥമൻ വെച്ചിട്ടൊന്ന്. പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം വെച്ചിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ അന്നേരത്തേനേക്കാട്ടിലൊക്കെ സൂപ്പറാണ് കേട്ടോ ഇപ്പോൾ വെച്ചത് കേട്ടോ. എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.